പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മക്കളെ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാടും വരതുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ, അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാദ രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ ഉച്ച മുതൽ ഉള്ളങ്കാർ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല,
അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്ത ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാസുരശ്വരം നീക്കുവാവേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ, ഈ ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി ദൈവം തന്നിരിക്കുന്നത് അവിടുത്തെ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാണ്. അഥവാ വാഗ്ദാനത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തന പദ്ധതിയാണ് ഉടമ്പടി. വാഗ്ദാനം പ്രാപിക്കുന്നതിന് ഇപ്പോൾ ഓരോ വിഷയം, എല്ലാ ബൈബിളിൻ്റെ ഒരു വിഭാവനയിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകുന്നതും ലക്ഷ്യം ഉൾപ്പെടെ എല്ലാം, ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ലക്ഷ്യം, മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ, നിലനിൽപ്പിന് ആവശ്യമായവ, ജോലി, വീട്, വിവാഹം, മക്കൾ, അങ്ങനെ എന്ത് സംഭവം, പ്രൊമോഷൻ, PR, ഇങ്ങനെയൊക്കെ എന്ത് സംഭവം വന്നാലും ജീവിതം വരെ ഐഹികമായിട്ടുള്ള കാര്യങ്ങളാണത്. എല്ലാം ബൈബിള് വാഗ്ദാനം എന്ന ഒരു മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യണത്. അപ്പോൾ നമ്മൾ അനുഗ്രഹം എന്ന് പറയുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ അനുഗ്രഹങ്ങൾ നോക്കിക്കാണുമ്പോൾ അത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിച്ചു എന്നാണ് എൻ്റെ ഗ്രാമർ എന്ന് പറയുന്നത്. ഈ വാഗ്ദാനം പ്രാപിക്കാൻ ഒന്നാമത്തെ ഘട്ടം, അതിനൊരു 4 ഘട്ടങ്ങൾ ബൈബിളിലുണ്ട്. വാഗ്ദാന നാട്ടിലോട്ട് ഇവർ ചെല്ലുമ്പോൾ 4 ഘട്ടങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൽ എല്ലാ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ഒരു ഘട്ടമെങ്കിലും നമ്മൾ വളരെ ഗുരുതരമായ രീതിയിൽ നിശ്ചിതമായി നിരീക്ഷിച്ച് അർത്ഥവത്തായിട്ട് നടപ്പിൽ വരുത്തേണ്ടതാണ്. ഒരു ഘട്ടം വെച്ചാൽ ഒരു ഘട്ടം മാത്രം പോരെന്നല്ല. അതായത് ഈ തുടക്കക്കാരെ ഉദ്ദേശിച്ചാണ് അങ്ങനെ പറയണത്. തുടക്കക്കാർ ഒരു ഘട്ടമെങ്കിലും, ഇപ്പം എന്താണ് ഘട്ടമെന്ന് പറയണത്? ഒന്നാമത്തേൽ വാഗ്ദാന നാട് പ്രാപിക്കാൻ ഈജിപ്തിൽ നിന്ന് ഇറങ്ങിയ ജനം ആദ്യമേ കണ്ടത് എന്താണ്? ചെങ്കടല. ചെങ്കടൽ ഒരു ഹഡിൽസാണ്, തടസ്സമാണ്. ഈ ചെങ്കടലിന് ആൾക്കാർ അതിൻ്റെ ആ പ്രക്രിയ, അത് കടന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്. മോസസിൻ്റെ വിശ്വാസവും മോസസിൻ്റെ നേതൃത്വത്തിന് ദൈവത്തിൻ്റെ സാന്നിധ്യവും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ ജനം മോസസിൻ്റെ ഉൾപ്പെടെ ഒപ്പമാണിത് കടന്നു പോണത്. ഈ കടന്നു പോകുന്നതിനെക്കുറിച്ച് അതിനൊരു സ്പിരിച്വൽ മീനിങ് കൊടുത്തിട്ടുണ്ട് ബൈബിള്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കുമ്പോഴും ഈ ഒരു സ്പിരിച്വൽ പ്രക്രിയ മസ്റ്റായിട്ട് നമ്മൾ നടന്നുവെന്ന് ഉറപ്പ് വരുത്തണം. അതേതാണ് സ്പിരിച്വൽ പ്രക്രിയ? ചെങ്കടലിൻ്റെ സ്പിരിച്വൽ എന്തോ ഒരു വലിയ ആത്മീയതയുടെ ഭൗതികമായ പ്രതീകമാണ് ചെങ്കടൽ കിടക്കുക എന്നുള്ളത്. അതിനെക്കുറിച്ച് പറയണത് പൗലോസ് അപ്പോസ്തലനാണ് പറയണത്. പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും ഈ വിഷയത്തെക്കുറിച്ച് ഒത്തിരി ചിന്തിച്ചിട്ടുള്ള, ധ്യാനിച്ചിട്ടുള്ള ഒരാളാണ് പൗലോസ് അപ്പോസ്തലൻ. 1 കൊരിന്ത്യൻസ് 10-ാം അധ്യായം 1 മുതൽ 2 വരെ വാക്യങ്ങൾ. സഹോദരങ്ങളെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ ആയിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തിലും
മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ശരിക്കും പറഞ്ഞാൽ എന്ത് തിയോളജിക്കൽ ഡെപ്തുള്ള സംഭവമാണെന്ന് അറിയത്. മോശയോട് അത് നമ്മളുടെ ക്രിസ്ത്യാനിറ്റിയിൽ ക്രിസ്തുവിനോട് ചേരുന്നതിന് സമാന്തരമായിട്ടാണ് മോശയോട് ചേർന്ന് പറയണത്. എവിടെയൊക്കെയാണ് സ്നാനമേറ്റത്? മേഘത്തിലും അതുപോലെ തന്നെ കടലിലും. അപ്പോൾ സ്നാനമേൽക്കുന്നതിന് തുല്യമായിട്ടാണ് ഈ ചെങ്കടലിലൂടെ കടന്നു വന്ന് അതിൻ്റെ സ്പിരിച്വൽ മീനിങ്, ആത്മീയമായിട്ടുള്ള അർത്ഥം അതാണ്. എന്തിനാണ് ഇങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആത്മീയമായ ഒരു പ്രക്രിയ നടക്കാതെ നമ്മൾ ജോലി കിട്ടി, വീട് കിട്ടി, എന്നിട്ട് ആ വ്യക്തിക്ക് ആത്മീയ മാറ്റങ്ങളൊന്നുമില്ല. ആ വ്യക്തി പഴയതുപോലെ തന്നെ ജഡികനായി തോന്നിവാസിയായി ജീവിക്കുമ്പോൾ സ്നാനം കേൾക്കാത്തതാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ ഈ അനുഗ്രഹം നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. അത് ഈശോയുടെ ഒരു പ്രധാനപ്പെട്ട പ്രമേയങ്ങളിലൊന്നാണ് അനുഭവിക്കാൻ പറ്റാത്ത അനുഗ്രഹങ്ങൾ. പാപാവസ്ഥയിൽ നമ്മൾ നേടിയെടുക്കുന്ന ആനുകൂല്യങ്ങൾ നമുക്ക് പക്ഷേ അനുഭവിക്കാൻ പറ്റത്തില്ല. അതാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് പറയും, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. കർത്താവിൻ്റെ കൂടെ അല്ലാതെ നമ്മൾ നേടുന്ന അനുഗ്രഹങ്ങളെ ഉപയോഗപ്പെടാതെ പോകും. ജോലിയായാലും കുടുംബജീവിതമായാലും അങ്ങനെ. അപ്പോൾ അനുഗ്രഹം ഉള്ളതുപോലെ തന്നെ അനുഗ്രഹം കിട്ടുന്നത് പോലെ പ്രധാനപ്പെട്ടതാണ് അത് അനുഭവിക്കാനുള്ള യോഗ്യത. ആ വചനം എടുത്തേ, ലൂക്ക 11:23. എന്നോട് കൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. അപ്പോൾ എൻ്റെ വിഷയം എന്ന് പറയുന്നത്, ഉടമ്പടിയിലുള്ള ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് കർത്താവിൻ്റെ കൂടെയാണോ ശേഖരിക്കണത്. ആരുടെ കൂടെയും ശേഖരിക്കാവേ, കർത്താവിൻ്റെ കൂടെയാണ് ശേഖരിക്കണമെങ്കിൽ വിശുദ്ധിയോട് വേണം ഈ വിഷയങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അനുഭവിക്കാനുള്ള യോഗ്യത ഉണ്ടാകും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ 1000 നന്ദി പറയുന്നു. ഇന്നിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പനും ഞാൻ ഏറ്റവും ആദ്യം നന്ദി പറയുന്നു. എൻ്റെ പേര് അമൽ സജി. ഞാൻ കോതമംഗലം രൂപതയിലെ നാഗപ്പുഴ ഇടവക അംഗമാണ്. ഞാനിന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ കാരണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പരിശുദ്ധ അമ്മ കുറേ അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നിട്ടുണ്ട്. അതിലേറ്റവും ആദ്യമായിട്ടുള്ളത്, ഞാൻ ഫിസിയോതെറാപ്പി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് ഇയർ 2 സബ്ജക്റ്റ് ഞാൻ ഫെയിലായിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ഓൾറെഡി ക്ലിയർ ആയിരുന്നു. ഈ 2 സബ്ജക്റ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ ഞാൻ മാത്രമാണ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നതെന്ന്. 6-7 തവണ ഞാൻ എഴുതി. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ആ 2 സബ്ജക്റ്റ് മാത്രം ഞാൻ പാസ്സാകുന്നില്ലായിരുന്നു. സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒക്കെ ഓൾറെഡി ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി പോയി. 4th ഇയറിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഈ 2 സബ്ജക്റ്റോടെ ക്ലിയർ ചെയ്യണമായിരുന്നു. ഞാൻ കുറേ രീതിയിൽ നല്ല രീതിയിൽ പഠിച്ചു നോക്കി, കുറേ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു നോക്കി. എന്ത് ചെയ്തിട്ട് ഈ 2 സബ്ജക്റ്റ് മാത്രം പാസ്സാകുന്നില്ലായിരുന്നു. ആ സമയത്തായിരുന്നു എൻ്റെ കൂട്ടുകാരൻ ബേസിൽ ബേബി എന്ന് പറയുന്ന എൻ്റെ കൂട്ടുകാരൻ കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും അവൻ എല്ലാ വിഷയവും ക്ലിയർ ചെയ്യുകയും ചെയ്ത്. സത്യം പറഞ്ഞാൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം എൻ്റെ അമ്മ 2023 മുതൽ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ആ സമയത്ത് എനിക്ക് വലിയ വിശ്വാസം കാര്യങ്ങളില്ലായിരുന്നു. അവൻ എന്നെ കുറേ നിർബന്ധിച്ചു. ആ ഒരു നിർബന്ധത്തിൻ്റെ പേരിൽ ചുമ്മാ ഒന്ന് ഇവിടെ വന്നേക്കാമെന്ന് വിചാരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ വേണ്ടാക്കിയാണ് ഞാൻ ഉടമ്പടി ക്ലാസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തത്, കാര്യങ്ങളും ചെയ്തത്. ഇവിടെ വന്ന് ഫസ്റ്റ് ജോസഫ് അച്ഛനെ കാണാൻ നേരത്ത് ഹോൾ ടിക്കറ്റൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ 6-7 തവണ എഴുതിയിട്ടും ജയിച്ചില്ല, ഇപ്പം എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. അച്ഛൻ എൻ്റെ കൈക്കോട്ട് ഒരൊറ്റ അടി തന്നിട്ട് പോടാ, ആ ഒരു രീതിയിൽ എന്നെ പറഞ്ഞങ്ങ് വിട്ടു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമായിപ്പോയി. കാരണം ഒരച്ഛൻ ഇങ്ങനെയൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ പൊക്കോ ആ ഒരു രീതി പറഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തൊക്കെ ദേഷ്യപ്പെട്ടു. അങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് ഞാൻ കോളേജിലേക്ക് പോയി. ഞാൻ എഴുതിയതിൽ വെച്ച്, ഞാൻ ഈ 6-7 തവണ എഴുതിയതിൽ വെച്ച് ഞാൻ കണ്ടതിൽ ഏറ്റവും ടഫ് പേപ്പറായിരുന്നു.
കാരണം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ഒരെണ്ണം പോലെ ഞാൻ 10 ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുക. ഏകദേശം 125 ക്വസ്റ്റ്യൻസ് 2 മാർക്കിൻ്റെ തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും അതിലൊരു 6-7 എണ്ണം വരുന്ന പേപ്പറുകളാണ് ഇങ്ങോട്ടേക്കുള്ളൂ. ഒരെണ്ണം പോലും അതിൽ വന്നിട്ടില്ലായിരുന്നു. ഞാൻ എന്താ എഴുതിയതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാൻ 100% ഞാൻ ഉറപ്പിച്ചായിരുന്നു ഞാൻ ഫെയിലാകുമെന്ന്. ഞാൻ അമ്മേനെയൊക്കെ വിളിച്ചും പറഞ്ഞു വലിയ പ്രതീക്ഷയൊന്നും വേണ്ട, മിക്കവാറും പൊട്ടും കാര്യങ്ങളെന്ന്. പക്ഷേ ഞാൻ പ്രാർത്ഥന കറക്റ്റായിട്ട് തന്നെ രാവിലെ 5:30 എണീക്കും, പ്രഭാത പ്രാർത്ഥന ചെല്ലും, വൈകിട്ട് 7:30 സന്ധ്യാപ്രാർത്ഥന ചെല്ലും. പ്രാർത്ഥന മാത്രം ഞാൻ മുടക്കാണ്ട് ചൊല്ലിക്കൊണ്ടിരുന്നു. അതേപോലെ മാതാവിൻ്റെ അടുത്ത് എപ്പോഴേക്കും എനിക്കൊരു ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ആരാണ്ട് എൻ്റെ കൂടെ ഉള്ള കണക്കും എനിക്ക് തോന്നിയായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഞാൻ 2025 ജൂലൈ 30-ാം തീയതിയാണ് ഞാൻ ഫസ്റ്റ് വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് സത്യം പറയാം ഇവിടെ നിന്നൊരു മുല്ലപ്പൂവിൻ്റെ കണക്കൊരു സ്മെല്ല് കാര്യങ്ങൾ എനിക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴും ഓർത്ത എൻ്റെ മനസ്സിൽ കുറേ അവിശ്വാസം കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാൻ അപ്പോഴും ഓർത്ത് ഇവിടെ എന്തെങ്കിലും സ്പ്രേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചേക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ മുല്ലപ്പൂവിൻ്റെ ആയിരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ചു. ഞാൻ വലിയ കാര്യമായിട്ട് ജസ്റ്റ് വീട്ടിലൊന്ന് പറഞ്ഞ് പോയി. ഞാൻ അന്ന് തന്നെ ഇവിടെ നിന്ന് ഉടമ്പടി ആദ്യം എടുത്ത് വീട്ടിൽ ചെന്ന് പ്രഭാത പ്രാർത്ഥന ചെല്ലണ സമയത്ത് രാവിലെ തിരി കത്തിച്ചപ്പോൾ എനിക്ക് ഈ സുഗന്ധദ്രവ്യം ആ റൂം ഫുൾ എനിക്ക് നിറഞ്ഞു കിട്ടി. അപ്പോഴേ എന്നോട് വല്യമ്മച്ചിയൊക്കെ പറഞ്ഞു മാതാവ് നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഒരു വിശ്വാസത്തിൽ കാര്യങ്ങൾ പോയി. ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ വന്നു. ഞാൻ തോക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സാധനമാണ്. മാതാവ് എന്നെ പാസ്സാക്കി തന്നു. അപ്പം മുതൽ എനിക്കൊരു വിശ്വാസം കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ വന്നു. ഞാൻ രണ്ടാമത് ഇവിടെ വന്നു, ഉടമ്പടി കാര്യങ്ങൾ പുതുക്കി. എൻ്റെ 4th ഇയർ എക്സാം കാര്യങ്ങൾക്ക് പോയി. എൻ്റെ കൂടെ പഠിച്ചവന്മാരുണ്ട്, അതായത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ ഡിസ്റ്റിങ്ഷൻ കിട്ടിയവന്മാർ, ഫസ്റ്റ് ക്ലാസ് കിട്ടിയവരൊക്കെ ഉണ്ട്. അവർക്ക് 4th ഇയർ ഒരു സബ്ജക്റ്റ് 2 സബ്ജക്റ്റൊക്കെ ചിലവർക്ക് ഫെയിലായിട്ടുണ്ട്, ചിലവർ ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി പോയേക്കുന്നവരുണ്ട്. എന്നെ സംബന്ധിച്ച് സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ക്ലിയർ ആണ്. ഫസ്റ്റ് ഇയർ ഇത്രയോ സപ്ലി എഴുതിയിട്ടുണ്ട്, അതായത് ഈ 2 സബ്ജക്റ്റ് മാത്രം ഏകദേശം 8 തവണ എഴുതിയ വ്യക്തിയാണ്. സാർമാർക്കൊക്കെ ആണെങ്കിലും വലിയ വിലയൊന്നുമില്ല. 4th ഇയർ ചെല്ലുന്നു, റിസർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കംപ്ലീറ്റ് ചെയ്തു. സത്യം പറയാം എൻ്റെ ഒരു കഴിവെന്ന് ഞാൻ പറയുന്നില്ല, മാതാവിൻ്റെ ഇതിൽ തന്നെ ഞാൻ വിശ്വസിക്കും. ഞാൻ ആരുടെ അടുത്ത് പറഞ്ഞു കഴിയുമ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്, ഞാനല്ല, ഞാൻ 0 എൻ്റെ മാതാവാണ് എൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്തത്. കാരണം എനിക്ക് നല്ല അഹങ്കാരവും ഞാനെന്ന ഭാവം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ട്രേഡിങ് അതുപോലെ തന്നെ കുറേ അഡ്മിഷൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് പൈസയായി, സ്വന്തമായിട്ട് കുറച്ച് ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ നല്ല രീതിയിൽ അഹങ്കരിച്ച് ഞാനെന്നൊരു ഭാവം ഉണ്ടായിരുന്നൊരു വ്യക്തി. എന്നിൽ നിന്ന് അതൊക്കെ മാതാവ് എടുത്തു കളഞ്ഞ് മൊത്തത്തിൽ എന്നെ മാറ്റിയെടുത്തത് മാതാവാണ്. ഇന്നലെ ഇപ്പോൾ റിസൾട്ട് കാര്യങ്ങൾ 4th ഇയറിൻ്റെ വന്നു. എനിക്ക് 2nd ക്ലാസ്സോടുകൂടി തന്നെ മാതാവ് ഒറ്റ എഴുതലിന് എന്നെ പാസ്സാക്കി എടുത്തു. എനിക്കറിയാൻ പാടില്ല ഞാൻ എങ്ങനെയാണ് കയറിയതെന്നുള്ളത് പോലും. പക്ഷേ എൻ്റെ അടുത്ത് അമ്മയും പറഞ്ഞു, അതുപോലെ എൻ്റെ പപ്പയും പറഞ്ഞു, എടാ നീ പേടിക്കണ്ട, നീ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നതല്ലേ, മാതാവ് നിൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ തന്നെ ഇരുന്നു. ഒരു ദിവസം മാതാവ് എനിക്ക് സ്വപ്നത്തിൽ കാണിച്ചു തന്നു. ഫസ്റ്റ് ഞാൻ എല്ലാ ദിവസവും റിസൾട്ട് വരാൻ നേരത്ത് വീട്ടിലിരിക്കില്ല, എനിക്ക് പേടിയാണ്. വൈകിട്ടൊരു 4:30-5 മണിയാകുമ്പോഴത്തേക്കും ഞാൻ കോതമംഗലം അവിടെ എവിടെയെങ്കിലും പള്ളിയിൽ പോയി ഇരിക്കുകയാണ് റിസൾട്ട് നോക്കിക്കൊണ്ട്. ഇത്രയും ദിവസങ്ങളിൽ റിസൾട്ടൊന്നും വന്നില്ല. ഓൾറെഡി അമ്മയൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇങ്ങനെ മെസ്സേജ് കാര്യങ്ങൾ അയച്ചു. അവർ പറഞ്ഞ 14-ാം തീയതി അല്ലെങ്കിൽ 15-ാം തീയതിക്ക് ശേഷമാണ് ജൂണിൽ റിസൾട്ട് വരുള്ളൂ എന്ന്. ഞാൻ ഒരിക്കലും വീട്ടിലിരിക്കാത്ത വ്യക്തിയാണ്. ഇന്നലെ ഞാൻ കിടന്നുറങ്ങിപ്പോയി സത്യം പറഞ്ഞാൽ. എനിക്കത് തന്നെയാണ് മാതാവ് എനിക്ക് സ്വപ്നത്തിലും കാണിച്ചതെന്ന്. ഞാൻ എൻ്റെ വല്യപ്പച്ചൻ്റെ അടുത്ത് ഏറ്റവും ആദ്യം പോയി റിസൾട്ട് പാസ്സായി എന്ന് പറഞ്ഞ് കൈയടിച്ച് വല്യപ്പച്ചനെ കെട്ടിപ്പിടിക്കുന്നത്. ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയി. ഞാൻ 6:15 ആയിപ്പോൾ എണീക്കും. എനിക്ക് 10-20 കോൾ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പപ്പയുടെ കോൾ എടുത്തു കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞു, എടാ എക്സാം പാസ്സായി. ഞാൻ നേരെ അപ്പം ഓടിച്ചെന്ന് നോക്കുമ്പോൾ വല്യമ്മച്ചിയൊന്നും വീട്ടിലില്ല, വല്യപ്പച്ച മാത്രമേ ഉള്ളൂ. എന്താണ് എനിക്ക് സ്വപ്നത്തിൽ മാതാവ് കാണിച്ചു തന്നെ അത് തന്നെ ഇന്നലെ സംഭവിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ റിസൾട്ട് തന്നെ ഒരാഴ്ച മുമ്പ് ഞാൻ ഗ്രോട്ടോയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തന്നെ മാതാവിൻ്റെ സുഗന്ധാഭിഷേകം കാര്യങ്ങൾ എനിക്ക് നല്ല രീതിയിൽ കിട്ടിയായിരുന്നു. ഞാൻ സത്യത്തിൽ എല്ലാവരോടും പറയുകയാണെങ്കിൽ എനിക്കൊരു വിശ്വാസമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ കുറേ കാര്യങ്ങളിൽ ഇങ്ങനെ നിന്നിച്ച് കുറേ സയൻസും അതും ഇതുമൊക്കെ റിലേറ്റ് ചെയ്ത് എൻ്റെ അമ്മേനെയും സിസ്റ്റർ ആൻറ്റിയേനെയും വീട്ടുകാരെയും ഒക്കെ ചോദ്യം ചെയ്ത് അങ്ങനെ നടന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. എനിക്കത് പറയുന്നതുകൊണ്ട് നാണമൊന്നുമില്ല. കാരണം നമ്മൾ ഭയങ്കര സക്സസ്സായി ഞാൻ ഭയങ്കര ആളാന്നുള്ളൊരു നിലയിൽ നിൽക്കുമല്ലോ, അതിൽ നിന്ന് നമുക്കൊരു അടി കിട്ടിയിട്ട് നമ്മൾ ആ ഒരു താഴ്ചയിലേക്ക് പോകും. അത് വളരെ നന്നായിട്ട് അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്ന് കൈ പിടിച്ച് എന്നെ കൊണ്ടുവന്ന് ഇപ്പോൾ ഈ ഒരു നിലയിൽ നിർത്തിയേക്കുന്നത് മാതാവാണ്. മാതാവിന് 1000 നന്ദി കാര്യങ്ങൾ ഞാൻ പറയുന്നു. അതേപോലെ തന്നെ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിരുന്ന സമയത്ത് കഴിഞ്ഞ വർഷം ഞാനിങ്ങോട്ട് ഉടമ്പടിയൊക്കെ എടുക്കാൻ പോരുന്നതിന് മുമ്പ് ഞാൻ എക്സാമൊക്കെ ഫെയിലായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് നിൽക്കുന്ന സമയത്ത് വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 20 അടി താഴ്ചയിലേക്ക്
ഞാനും കാറും കട മറിഞ്ഞു പോയി. ഞാൻ കാറിൻ്റെ അകത്ത് തന്നെയായിരുന്നു. ഞാൻ ആ സമയത്ത് ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര രീതിയിൽ പ്രാർത്ഥിച്ച് അന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ നിന്നിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുറേ ദേഷ്യപ്പെടും. ഞാനതൊക്കെ കേട്ട് ആ പോട്ടേന്ന് പറഞ്ഞ് നിൽക്കും. ആ സമയത്തും എനിക്കൊരു പോറൽ പോലും പറ്റിയില്ല. 20 അടി താഴ്ചയിലേക്ക് ഞാനും കാറും വട്ടം മറഞ്ഞാണ് കിടന്നത്. നേരെ പോയി നിൽക്കുമല്ല, വട്ടം മറഞ്ഞ് കിടന്നു. എനിക്കൊരു പോറൽ പോലും ഇല്ലാണ്ട് ഞാൻ ഇറങ്ങി വന്നു. കാറ് ടോട്ടൽ ലോസായി. അതിൽ നിന്നും എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും കൊണ്ടാട്ടെ. എൻ്റെ മാതാവ് അന്ന് തുടങ്ങി എൻ്റെ വീട്ടിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെയൊക്കെ ഒന്ന് വീട് കഴിയുമ്പോൾ തന്നെ ആൾക്കാർ നടു തളർന്നു പോകും, തലയടിച്ച് പൊട്ടും, പല കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. അത്ര താഴ്ചയിലേക്ക് പോയിട്ട് എന്നെ കാത്തിട്ടുണ്ടെങ്കിൽ അതൊരു ശക്തിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് തുടങ്ങി എനിക്ക് ചെറിയൊരു വിശ്വാസം കാര്യങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി കാര്യങ്ങൾ എടുത്തതോടുകൂടി മാതാവ് എൻ്റെ കൂടെ ഫുൾ ടൈം ഉണ്ടെന്നുള്ളൊരു വിശ്വാസ കാര്യത്തിലാണ് ഞാൻ നിന്ന് പോകുന്നത്. അതിനൊരു വ്യക്തമായ തെളിവും കൂടിയാണ് മാതാവ് ഇന്നലെ തന്നെ. ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമിൻ്റെ റിസൾട്ട് വന്ന പിറ്റേ ദിവസം അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ സാക്ഷ്യം കാര്യങ്ങൾ പറഞ്ഞോളാം, അത് എത്ര ബുദ്ധിമുട്ട് എന്ത് കാര്യങ്ങൾ അനുഭവിച്ചാലും വരുമെന്ന് പറഞ്ഞായിരുന്നു. എൻ്റെ അമ്മയും അങ്ങനെ തന്നെയായിരുന്നു നേർന്നത്. ഇന്നലെ വൈകിട്ട് 6:30 റിസൾട്ട് വന്നു, പാസ്സായി. എല്ലാവർക്കും സന്തോഷം കാര്യങ്ങളായി. ഇന്ന് എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം കാര്യങ്ങൾ പറയാനും എനിക്ക് അനുഗ്രഹം കാര്യങ്ങൾ അമ്മ തന്നു. അതേപോലെ തന്നെ നേർച്ച വസ്തുക്കൾ, അതും ഞാൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാവരോടും. എൻ്റെ കൂട്ടുകാരനായിട്ട് എനിക്ക് ഫസ്റ്റ് അതും പറഞ്ഞു തന്നത്, നമ്മൾ എക്സാമിന് പോണതിൻ്റെ സമയത്ത് മാർക്ക് കാര്യങ്ങൾ ടോട്ടൽ കൂട്ടിയിടുന്ന കോളമുണ്ട്. ഞാൻ തൈലം പയ്യെ കയ്യിൽ തേച്ചുകൊണ്ട് പോകും. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ഫുള്ള് ചെക്കിങ് കാര്യങ്ങൾ നടത്തി. നമുക്ക് നോർമൽ ചെരുപ്പ് ഇടാൻ പാടുള്ളൂ, അതേപോലെ ഫുൾ സ്ലീവ് ഷർട്ട് ഇടാൻ പാടില്ല, ബെൽറ്റ് ഇടാൻ പാടില്ല, ഇങ്ങനെ കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എക്സാമിന് ഹാളിൽ കയറുന്ന ടൈമിൽ. അപ്പോൾ കയ്യിൽ ഞാൻ തൈലം തേച്ച് കയറും. അപ്പോൾ ഞാനിങ്ങനെ സെക്യൂരിറ്റിക്കാരുടെ അടുത്ത് പറയും കൈ ഇങ്ങനെ പൊള്ളിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും ആണെന്നും പറഞ്ഞ് ആ തൈലം കയ്യിൽ തേച്ചിട്ടാണ് ഞാൻ കയറിക്കൊണ്ടിരുന്നത്. അപ്പം തന്നെ ഹോളിൽ കയറും. ഇപ്പം എക്സാം നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ അവിടെ മാർക്ക് കൂട്ടിയിടുന്നതിൻ്റെ അവിടെ 3 തവണ കുരിശ് കാര്യങ്ങൾ ഞാൻ വരയ്ക്കുമായിരുന്നു. അതേപോലെ തന്നെ പരീക്ഷ എഴുതി എല്ലാം കഴിയുമ്പോൾ എല്ലാ പേപ്പറിലും ചെറുതായിട്ട് ഉപ്പെടുത്തിട്ട് ഞാൻ ഉപ്പും ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ വിതറി മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോന്നുകൊണ്ടിരുന്നത്. അതും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പാസ്സാവാനും ചെയ്തത്. പിന്നെ എന്നെ ഒരു ടീച്ചർ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് നിന്ന ടൈമിൽ ഇവർ ഭയങ്കര വിശ്വാസമാണ്, ഇപ്പം ഭയങ്കര എളിമയാണ്, ഇവൻ്റെ ഹോൾ ടിക്കറ്റിൽ ഞാൻ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഞാൻ മാതാവിൻ്റെ അടുത്ത് രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കാൻ നേരത്തെ എൻ്റെ ഹോൾ ടിക്കറ്റ്, എൻ്റെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ വെച്ചിട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ തൈലും ഞാൻ എല്ലാ പേപ്പറിലും ഞാൻ കുരിശ് വരയ്ക്കുമായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഹോൾ ടിക്കറ്റിലും ഞാൻ കുരിശ് വരച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ ടൈമിൽ പ്രാക്ടിക്കലിൻ്റെ സമയത്ത് എക്സാമൊക്കെ കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പ്രാക്ടിക്കൽ കാര്യങ്ങൾ വന്നത്. ആ ടൈമിൽ ഒരു ടീച്ചർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് എന്താ ഇത്ര വിശ്വാസം കാര്യങ്ങൾ? ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ നിന്ന് ഓയിൽ ജസ്റ്റ് ഒന്ന് ഫാളായി പോയതാന്ന് പറഞ്ഞു. ടീച്ചർ അപ്പം തന്നെ HOD വിളിച്ച്, ഇവന് ഭയങ്കര വിശ്വാസമാണ്, എന്നെ ഇവൻ ഭയങ്കര എളിമ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ശരിക്കും കരയുകയും ചെയ്തു ആ സമയത്ത്. കാരണം ഓൾറെഡി 1.5 ഇയർ ബാക്കാണ് എൻ്റെ ജൂനിയേഴ്സിൻ്റെ കൂടെ ഞാൻ എക്സാം എഴുതിക്കൊണ്ടിരിക്കണം. ആ ടൈമിലും അവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് വിഷമമായി. ഞാൻ അമ്മേനെ വിളിച്ച് അന്ന് ഫുള്ള് കരയുകയും ചെയ്തേ. അപ്പം അമ്മ പറഞ്ഞു, എടാ നീ പേടിക്കണ്ട, നീ പാസ്സായിക്കോളും, നീ സാക്ഷ്യം പറയണ സമയത്ത് അതോടെ നീ എല്ലാവരുടെയും മുമ്പിൽ ഏറ്റു പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതെനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റി. ഞാനിപ്പോഴും എല്ലാവരോടും പറയുകയാണ്, എൻ്റെ ഒരു കഴിവായിട്ട് ഞാനിത് എടുക്കുന്നില്ല. എൻ്റെ മാതാവ് എൻ്റെ കൂടെ വന്നു, എൻ്റെ കൈ പിടിച്ച് നിർത്തി. എനിക്ക് പരീക്ഷയിൽ പല ക്വസ്റ്റ്യൻസും അറിയാത്ത സമയത്ത് ഞാൻ മാതാവിൻ്റെ ലോക്കറ്റയിൽ ഞാൻ പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും. മാതാവ് എനിക്ക് അതേപോലെ തന്നെ, എനിക്കറിയത്തില്ല ഞാൻ എന്താ എഴുതിയെന്ന് പോലും സത്യത്തിൽ. ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എക്സാം കഴിഞ്ഞ് അമ്മേനെ വിളിക്കുമ്പോൾ പറയും, അമ്മ ഇന്ന ക്വസ്റ്റ്യൻ, അമ്മ നേഴ്സായിട്ട്, അപ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാമായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പറയും, അമ്മ ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ എങ്ങനെ എഴുതിയെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എന്തൊക്കെയോ മാതാവ് ഇങ്ങനെ എന്തോ ഒരു, ഞാൻ അമ്മോട് ഇങ്ങനെ പറഞ്ഞു, എന്തോ ഒരു ശക്തി എൻ്റെ കൂടെ വന്ന് നിന്ന് എഴുതും കണക്കാണ് എനിക്ക് തോന്നിയത്, അല്ലാണ്ട് ഞാനായിട്ട് എഴുതിയതല്ല. എനിക്കറിയാൻ പാടില്ല. എൻ്റെ ഹാൻഡ് റൈറ്റിങ് ഭയങ്കര ചെറുതാണ്. അമ്മ എപ്പോഴും അതും പറഞ്ഞ് വഴക്ക് പറയും, കുഞ്ഞ് പിരിപിരാന്ന് പറഞ്ഞ് എഴുതുന്നതെന്നും പറഞ്ഞ്. പക്ഷേ ഈ തവണയൊക്കെ പരീക്ഷ എഴുതിയത് എന്താണെന്ന് പോലും എനിക്കറിയില്ല. എൻ്റെ ഹാൻഡ് റൈറ്റിങ്ങൊക്കെ ഞാൻ എഴുതി പഠിച്ചതിൻ്റെ അകത്ത് കണ്ടിട്ട് അമ്മ എന്നെ പറഞ്ഞു, ഇത്ര വലുതാക്കിയ കൊച്ചെ എഴുതണ്ടേ, ഇങ്ങനെ എഴുതണ്ടേ എന്നുള്ളത്. പക്ഷേ സത്യം പറയാൻ ഞാനല്ല അത് എഴുതിയത്. ഞാനിപ്പോൾ എഴുതിയ സമയത്ത് എൻ്റെ ഹാൻഡ് റൈറ്റിങ് ചെറുതായി പോയിക്കൊണ്ടിരിക്കും. ആ സമയത്ത് എൻ്റെ കൂടെ എൻ്റെ മാതാവ് കൈ പിടിച്ചിട്ടാണ് അത്ര നന്നായിട്ട് നല്ല വൃത്തിയായിട്ട് എല്ലാം എഴുതി കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാക്കി തന്നത്. എൻ്റെ മാതാവിനോട് 1000 നന്ദി കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഞാൻ അപ്പം അമ്മയ്ക്ക് കൊടുത്തൊരു വാക്ക് കാര്യങ്ങളുണ്ട്, ഒരിക്കലും ഈ എക്സാം പാസ്സായി അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കഴിഞ്ഞു എന്നും പറഞ്ഞ് ഞാൻ മാതാവിനെ വിടില്ല. എൻ്റെ ജീവിതകാലം മൊത്തം ഞാൻ ഈ ഉടമ്പടി കാര്യങ്ങൾ പുതുക്കും. എനിക്ക് പറ്റുന്നിടത്തോളം കാലം വരെ
എല്ലാ സമയവും മാതാവിനോട് പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഞാൻ കൂടെ ഉണ്ടാവും. ഇത് എൻ്റെ ഒരു ആവശ്യത്തിനായിട്ട് വന്ന് നേർന്ന് അത് കിട്ടി ഇപ്പം നിർത്തി പോവുക അങ്ങനെ ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല, ഞാൻ ചെയ്യുമില്ല. എൻ്റെ ജീവിതകാലം മൊത്തം മാതാവിൻ്റെ കൂടെ തന്നെ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ ഈ പറയും കണക്ക് പ്രേക്ഷിത വേല കാര്യങ്ങൾ ചെയ്തത്, ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് പേർക്ക് ഞാൻ ഈ പറയുന്ന പൈസ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ അവിടെ കോതമംഗലം ബസ് സ്റ്റാൻഡിൻ്റെ കാര്യങ്ങൾ അവിടെയാണെങ്കിലും പാവപ്പെട്ടവർ ഇരിക്കുന്ന കാണുമ്പോൾ പൈസ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കോളേജിൻ്റെ അവിടെ ഒരു പാവപ്പെട്ട ഫാമിലി കാര്യങ്ങളുണ്ടായിരുന്നു, അവർക്ക് ഫുഡ് കാര്യങ്ങൾ മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് മാതാവിൻ്റെ സഹായത്തോടു കൂടി. അതുകൂടാണ്ട് എനിക്ക് വേറൊരു ചെറിയൊരു സാക്ഷ്യം കൂടെ ഉണ്ട്. ഇവിടുന്ന് പത്രം കിട്ടിയ സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ മേടിക്കും അല്ലെങ്കിൽ നമ്മളെ കളിയാക്കും. എനിക്ക് അങ്ങനെ കുറേ ഇതുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. നമുക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അങ്ങനെയൊക്കെ കുറേ വിശ്വസിച്ച് ഭയങ്കര ഒരു ഇതിൽ നടന്ന വ്യക്തിയായിരുന്നു ഞാൻ. അമ്മയുടെ അടുത്തും പറഞ്ഞു പത്രം കൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും മേടിക്കുമോ, എന്നെ കളിയാക്കില്ല ഇല്ലെങ്കിൽ അങ്ങനെയാണ്. സത്യം പറയാം, ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത പത്രമായിട്ട് ഞാൻ ധർമ്മേരിയിലേക്ക് ചെന്നു. 5 മിനിറ്റ് പോലും എടുത്തില്ല. എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് ആൾക്കാർ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ടേക്ക് ആൾക്കാർ വന്ന് അവിടെ പഠിക്കുന്ന പിള്ളേരായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറയുന്നവർക്ക് പേഷ്യൻസ് ആയിക്കോട്ടെ കുറേ പേര് ഇങ്ങോട്ടേക്ക് വന്ന് 5 മിനിറ്റ് എനിക്ക് എടുത്തില്ല. പത്രം കൊടുത്തിട്ട് ഞാൻ പുറത്തിറങ്ങി. ഞാൻ അപ്പം തന്നെ അമ്മേനെ വിളിക്കും, അമ്മ പത്രം കൊടുത്തു തീർത്തു. അമ്മ പറഞ്ഞു സത്യം പറയടാ കൊടുത്തു തീർത്തു. ഞാൻ പറഞ്ഞു അമ്മ കൊടുത്തു തീർത്തു. ഞാൻ ഇവിടെ പുറത്തിറങ്ങി. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയില്ലായിരുന്നു. അതിനുശേഷം ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞിട്ട് പിന്നെയും 2 പേപ്പറോടെ കൂടുതൽ കാര്യങ്ങൾ ബൾക്കായിട്ട് മേടിച്ച് കൊണ്ടുപോയി കൊടുക്കുക ചെയ്ത്. എനിക്കിപ്പോൾ സന്തോഷമുള്ളൂ ഇത് കൊടുക്കുന്നതിൽ. കാരണം എൻ്റെ അനുഭവവും കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാനും പറ്റും. അതുകൂടാണ്ട് അവർക്കാണെങ്കിലും എനിക്ക് കിട്ടിയ അനുഭവം മാത്രമല്ല അതിലുള്ളതാണെങ്കിലും പറഞ്ഞു കൊടുത്ത് അവർക്കത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കാര്യങ്ങൾക്കും എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കാര്യങ്ങളും കൊണ്ടാണ്. മാതാവിന് 1000 നന്ദി ഇത് ഞാൻ പറയുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോപ്പയ്ക്കും 1000 നന്ദി പറയുന്നു. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 33-ാം അധ്യായം 6-ാം വാക്യം. അവിടുന്നാണ് എൻ്റെ ആയുസ്സിൻ്റെ ഉറപ്പ്, രക്ഷയുടെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും സമൃദ്ധി അവിടുന്ന് തന്നെ. അവർ നൽകുന്ന സമ്പത്ത് ദൈവഭക്തിയാണ്. അമൽ സജി നാഗമ്പുഴ തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ വ്യക്തമാക്കുകയായിരുന്നു. പ്രത്യക്ഷീകരണ മാതാവിലൂടെ തൻ്റെ ജീവിതത്തിൽ അനുഭവപ്പെട്ട ദൈവിക അനുഭവം. എവിടെയെല്ലാം ഞാനെന്ന ഭാവത്തെ കൊണ്ടു നടന്നുവോ അവിടെയെല്ലാം അമ്മയുടെ ഇടപെടലിലൂടെ മനുഷ്യരിലൂടെയും തൻ്റെ പ്രവൃത്തികളിലൂടെയും അമ്മ ഈ മകന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. അഭിഷേകത്തിലൂടെയും എപ്രകാരം മാതാവിനോട് ചേർന്ന് നിൽക്കണമെന്നും എപ്രകാരം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ മാതാവിൻ്റെ സംരക്ഷണം ഈ മകനോടൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഈ മകൻ്റെ വാക്കുകൾ തന്നെ വളരെയേറെ വ്യക്തമാണ്. എവിടെയെല്ലാം അവൻ വിശ്വാസത്തെ ചോദ്യം ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം പരിശുദ്ധ അമ്മ അളവിൽ കൂടുതൽ അവനെ വിശ്വാസത്തിലേക്ക് ദൈവഭക്തിയിലേക്ക് വളർത്തുകയായിരുന്നു. അതുതന്നെയായിരുന്നു അവൻ്റെ അനുഭവ സാക്ഷി നമുക്കിവിടെ ഹൃദയസ്പർശിയായിട്ട് മാറുകയും ചെയ്തത്. അമ്മയോട് ചേർന്ന് കൊണ്ടുള്ള ഈ യാത്രയിൽ അവൻ്റെ വിജയം നൽകിയതും പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകിയതും അതുപോലെ എവിടെയെല്ലാം അവന് കൃപാസന പത്രണത്തിൻ്റെ സജീവമായിട്ട് ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എവിടെയെല്ലാം ഒരു ഇടർച്ചയ്ക്ക് കാരണമാകുന്ന ചിന്തകൾ വന്നിട്ടുണ്ടോ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് താൻ ചെയ്യുന്നുള്ളൊരു ബോധ്യത്തിലേക്കൊക്കെ ഈ മകനെ വളർത്താൻ സാധിച്ചത്. അവൻ്റെ ജീവിതത്തോട് വെച്ച് പുലർത്തിയ വിശ്വസ്തതയും പരിശുദ്ധ അമ്മയോട് വെച്ച് പുലർത്തിയ സ്നേഹവും തന്നെയാണ് ഈ മകനെ വിശ്വാസത്തേക്ക് വളർത്തുവാനും പരിശുദ്ധ അമ്മ ഇടപെടൽ ഈ മകൻ്റെ ജീവിതത്തിൽ നിരവധിയായിട്ട് കൂടെ ഉണ്ട് തന്നെ. അതുതന്നെയാണ് ഇവനെ വ്യത്യസ്തനാക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് അനേകം കാര്യങ്ങൾ ഇവനെ മാറ്റിയെടുക്കുകയൊക്കെ ചെയ്തത്. ഇന്ന് എൽത്താരക്ക് മുമ്പിലായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാക്ഷിയായിട്ട് പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇനിയും നിരവധി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഇവൻ്റെ ജീവിതം ഉണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുകയും ഒപ്പം അടുത്ത സന്നിധിയിൽ കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരേക്ക് ജീവിതത്തിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് നമ്മൾ ഓരോരുത്തരേക്ക് മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും